അങ്ങ് പ്രവർത്തിച്ചാട്ട് സകലമാനം ഒത്തെടുക്കണമേ. എല്ലാം പൊന്നേശ്വര നാമത്തിൽ താഴ്മയും വിനയപേക്ഷിക്കുന്ന കൃപ വെക്കണമേ. ആമേൻ. അമേൻ. പ്രാർത്ഥിച്ച കർത്താവിന്റെ ദിവസം നന്ദി പറയുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ദൈവം ശ്രദ്ധ വെച്ച് കേട്ടു. സൗഖ്യം വേണ്ടിയവർക്ക് സൗഖ്യം കൊടുക്കട്ടെ, ആശ്വാസം വേണ്ടിയവർക്ക് ആശ്വാസം കൊടുക്കട്ടെ. പീഡിപ്പിക്കപ്പെടുന്നവരെ കർത്താവ് ധൈര്യപ്പെടുത്തുകയും മുന്നോട്ട് പോകാനുള്ള പ്രചോദനം നൽകി സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. തുടർന്ന് നമ്മളൊരു ഗാനം ശ്രവിക്കാൻ പോവുകയാണ്. ഇന്ന് നമുക്ക് വേണ്ടി ഗാനം ആലോചിക്കുന്നത് സിസ്റ്റർ ബീന മാത്യു ആണ്. താങ്കാശ് പലപ്പോഴും നമ്മുടെ നടുവിൽ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കാറുണ്ട്. ഇന്ന് രാത്രിയിലും അതുപോലെ ഒരു ഗാനം പ്രതീക്ഷിച്ചുകൊണ്ട് നാം പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ നാം കേൾക്കുന്ന ഗാനത്തിന്റെ വരികൾ നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടുന്നതായിരിക്കാൻ തക്കവണ്ണം പ്രാർത്ഥനാപൂർവ്വം നമ്മൾ വിശ്വസിക്കുമ്പോൾ സിസ്റ്റർ ബീന മാത്യുവിനെ ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ലഭിച്ച സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ നിമിഷം വരെയും ദൈവം നമ്മളെ വഴി നടത്തിയ വിധങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാന്. ഹല്ലേലൂയ. ഈ 2023 അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നല്ലോ. 1-2 മാസങ്ങൾ കഴിയുമ്പോൾ പുതിയ വർഷം നമ്മളെ എതിരേൽക്കുന്നു. ഓരോ ദിവസവും ദൈവം നമ്മളെ വഴി നടത്തിയ വിധങ്ങൾ പറയണമെങ്കിൽ നമുക്ക് നമ്മുടെ നാവ് പോരല്ലോ. ഹല്ലേലൂയ. അതുപോലെ കർത്താവ് നമ്മളെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നല്ലോ. ആമേൻ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ രാത്രികാലവും അധിക ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ പാട്ട് ഞാൻ പാടുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതു പോരാ. നാളിതു പോരാ, നാവിതു പോരാ, ആയുസ്സും ഇതു പോരാ. ജീവിത പാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിത പാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, താങ്ങി നടത്തിയതോർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ. താങ്ങി നടത്തിയതോർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതു പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതു പോരാ. പാപിയമെന്നെ നേടുവനേശു കാൽവറിയിൽ തന്നെ, പാപിയമെന്നെ നേടുവനേശു കാൽവറിയിൽ തന്നെ. ജീവൻ നൽകിയതോർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ. ജീവൻ നൽകിയതോർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ. കാരിരുമ്പാണികൾ തറയപ്പെട്ടത് എൻ പേർക്കായല്ലോ, കാരിരുമ്പാണികൾ തറയപ്പെട്ടത് എൻ പേർക്കായല്ലോ. ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ. ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതു പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതു പോരാ. മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടതു എൻ പേർക്കാണല്ലോ, മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടതു എൻ പേർക്കാണല്ലോ. ഓരോ ദിനമത് ഓർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ. ഓരോ ദിനമത് ഓർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ. കാരിരുമ്പാണികൾ തറയപ്പെട്ടത് എൻ പേർക്കായല്ലോ, കാരിരുമ്പാണികൾ തറയപ്പെട്ടത് എൻ പേർക്കായല്ലോ. ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ. ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതു പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതു പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതു പോരാ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം
നമുക്ക് ശ്രമിപ്പാൻ തക്കണം കർത്താവ് സാവകാശം നൽകിയല്ലോ. ദൈവം ചെയ്ത ഉപകാരങ്ങളെ തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ അധരങ്ങൾ കൊണ്ടത് പറഞ്ഞു തീർക്കാൻ കഴിയത്തില്ല. നമുക്ക് ഒരായുസ് മുഴുവൻ പറഞ്ഞാൽ അത് തീരത്തില്ല. നമുക്ക് നിത്യതയിൽ ചെന്നാലും അത് പറഞ്ഞു തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം ഉപകാരങ്ങളാണ് ഓരോ ദിവസവും ദൈവം നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ സെക്കൻഡിലും നമുക്ക് ശ്വസിക്കാൻ കഴിയുന്നത് തന്നെ ഒരത്ഭുതമല്ലേ. അത് തന്നെ അതിനെക്കുറിച്ച് പറയാൻ പോയാൽ തന്നെ നമ്മുടെ ആയുസ് മൊത്തം പറഞ്ഞു തീരത്തില്ല. അതുകൊണ്ട് അനുഗ്രഹീത ഗാനത്തിലൂടെ നമ്മളെ ഓർമ്മിച്ചതുപോലെ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കൊക്കെ നന്ദിയുള്ളവരായിരിക്കാൻ മറ്റൊന്നുകൊണ്ടും നമുക്ക് ദൈവത്തെ തൃപ്തിപ്പെടുത്താൻ കഴിയത്തില്ല. മറ്റൊന്നും ദൈവം നമ്മളിൽ പ്രതീക്ഷിക്കുന്നുമില്ല. നന്ദിയുള്ള ഒരു ഹൃദയം മാത്രമേ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. അത് ദൈവത്തിന് കാഴ്ചവെപ്പാൻ ഈ ഗാനം ശ്രവിച്ച എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, ആശംസിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ ദാസിയെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗാനം ആലപിച്ച കർത്താവിന്റെ ദാസിയോട്ടുള്ള നന്ദി പ്രേരണ നാമത്തിൽ അറിയിക്കുന്നു. തന്നെ എൻ്റെ തലമുറകളെയും ഒക്കെ ഓർത്ത് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവ് കുടുംബമായിട്ട് അവരെ അനുഗ്രഹിക്കട്ടെ. ഇനിയും കർത്താവിന് വേണ്ടി പാടുവാൻ ആ സ്വരത്തെ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്. തുടർന്ന് നമ്മൾ ദൈവവചനത്തിന്റെ ശ്രവണത്തിലേക്ക് വരികയാണ്. ഇന്ന് രാത്രിയിൽ നമ്മളോട് ദൈവവചനം അറിയിക്കുന്നത് സിസ്റ്റർ മിനി സുശീൽ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസിയാണ്. ലൈനിലുണ്ടല്ലോ അല്ലേ? സിസ്റ്റർ മിനി സുശീൽ ലൈനിലുണ്ടോ? താങ്ക് യു. കർത്താവിന്റെ ദാസി ഇന്ന് രാത്രി ദൈവവചനം സംസാരിക്കുന്നുണ്ട്. നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും കടന്നു വന്ന ആ ഒരു കുടുംബ പശ്ചാത്തലം അവർക്കുണ്ട്. ദൈവിക വചന പഠനത്തോടുള്ള ബന്ധത്തിലുമൊക്കെ ആയിട്ട് ഈ രാജ്യത്ത് ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. ട്രിവാൻഡ്രം ഏരിയയിലവര് കർത്താവിന് വേണ്ടി ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്നുള്ള വിഷയങ്ങൾ കർത്താവിന്റെ ദാസി ശുശ്രൂഷ മധ്യേ നമ്മളോട് അറിയിക്കുന്നതായിരിക്കും. ചിലർക്കെങ്കിലും തന്നെ പരിചയം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദിവസങ്ങളിലായിരിക്കാം. ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ നാം കടന്നു പോകുന്ന ഈ പ്രത്യേക കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വചനമാണ് നമ്മളെ ധൈര്യപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ വചനമാണ് നമ്മളെ ഉറപ്പിക്കുന്നത്. കാരണം ഉറപ്പില്ലാത്ത ഒരു ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്. അപ്രതീക്ഷിത സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്. അപ്പോൾ അതിന്റെ നടുവിൽ നമുക്ക് ഉറച്ചു നിൽക്കണമെങ്കിൽ, നമുക്ക് ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ ദൈവവചനത്തിന്റെ ശ്രവണവും ദൈവവചനത്തിന്റെ ധ്യാനവുമാണ് നമ്മളെ അതിനുവേണ്ടി സഹായിക്കുന്നത്. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസിലൂടെ കേൾക്കുന്ന ദൈവവചനം അതിനും നമ്മളെ സഹായിക്കുമാറാകട്ടെ. നാം എല്ലാവരും വളരെ പ്രാർത്ഥനാപൂർവം അങ്ങനെ ഒരു നല്ല ദൈവവചന ശ്രവണത്തിന് വേണ്ടി നമ്മുടെ കാതുകളെയൊക്കെ ഒരുക്കി ഹൃദയങ്ങളെയൊക്കെ ഒരുക്കി കാത്തിരിക്കുമ്പോൾ ആ ദാസി സിസ്റ്റർ മിനി സുശീലിനെ ദൈവവചന ഘോഷണത്തിനായി ഒക്ലഹോമ പ്രയർ പാർട്ട്നേഴ്സ് നാമത്തിൽ ക്ഷണിച്ചോളൂ. താങ്ക് യു പാസ്റ്ററെ. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം. ഇന്ന് വൈകിയ വേളയിൽ നമ്മൾ ആമേൻ പീഡിപ്പിക്കപ്പെടുന്ന ആ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാഹചര്യത്തിൽ ദൈവവചനവുമായി ആമേൻ പ്രിയ ദൈവജനത്തോടൊപ്പം ആയിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം എന്റെ ജീവിതത്തിൽ തന്ന നല്ല ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം അവസരം ഒരുക്കിയ സിസ്റ്റർ ബിജിയോടും കുടുംബത്തോടുള്ള ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. റേഡിയോ ദേവദാസിനോടുള്ള നന്ദി അറിയിക്കുന്നു. ധാരാളമായിട്ട് ദേവദാസിമാരെ ദാസിമാരെല്ലാം കർത്താവ് ശുശ്രൂഷകളിൽ വരുന്ന ദിവസങ്ങളിൽ അധികമായി പ്രയോജനപ്പെടുത്തട്ടെ. ഈ പ്രയർ ലൈൻ അനേകരുടെ ജീവിതത്തിൽ ആശ്വാസത്തിനും വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനൊരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എന്റെ 12ാമത്തെ വയസ്സിലാണ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ എന്റെ ജീവിതത്തിൽ ഭാഗ്യമുണ്ടായത്. അതിന് മുഖാന്തരമായി തീർന്നത് എന്റെ സിസ്റ്ററാണ്. എന്റെ സിസ്റ്റർ 3 വയസ്സ് പ്രായമുള്ളപ്പോൾ പോളിയോ രോഗത്താൽ ബാധിതയായി പൂർണ്ണമായും ബെഡ്ഡനായി യാതൊരു പ്രതിവിധിയുമില്ലാതെ വളരെ പ്രയാസത്തിലും ദുഃഖത്തിലും സാമ്പത്തികമായും മാനസികമായും തകർച്ചയുടെ അനുഭവത്തിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ദൈവദാസൻ ഞങ്ങളുടെ ആ പ്രദേശത്ത് കടന്നു വന്ന് ഓരോ വീടുകളിൽ കയറി ഇറങ്ങി ട്രാക്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിലും കടന്നു വന്നു. ഞങ്ങൾക്ക് ട്രാക്ട് തരികയും എന്റെ അനിയത്തിയുടെ അവസ്ഥയെ കണ്ടിട്ട് മാതാപിതാക്കളോട് കർത്താവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവ് ഈ കുഞ്ഞിനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ പ്രാർത്ഥനയ്ക്കായി ഞങ്ങളുടെ ഭവനം ആ ദേവദാസിന് വേണ്ടി തുറന്നു കൊടുക്കുവാനിടയായി. തുടർന്ന് എല്ലാ ആഴ്ചയിലും അദ്ദേഹം വന്ന് എന്റെ അനിയത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ ദൈവവചനം ഞങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങി. ദൈവവചനം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. രോഗസൗഖ്യമല്ല, പാപസൗഖ്യമാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത്. ഒരു വ്യക്തി രോഗിയാണെങ്കിലും ദൈവരാജ്യത്തിൽ കടക്കുവാൻ അതൊരു തടസ്സമല്ല. പക്ഷെ പാപിയാണെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ സാധ്യമല്ല എന്ന് ദൈവവചനത്തിലൂടെ മനസ്സിലാക്കിയ ഞങ്ങളെ തന്നെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. ദൈവവചന സത്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുവാനിടയായി. ആ സമയത്ത് തന്നെ ഞങ്ങൾ 4 പേരും
ഞങ്ങൾ 4 കുഞ്ഞുങ്ങളാ, 4 പേരും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കുടുംബമായി ആമേൻ സ്തോത്രം സമർപ്പിക്കുവാനിടയായി. ഇന്ന് ദൈവകൃപയാൽ 4 പേരും കുടുംബമായി ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ കർത്താവിനെ സേവിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്റെ അനിയത്തിന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ യേശുവിനെ ഇങ്ങനെ രുചിച്ചറിയുവാൻ ഞങ്ങൾക്ക് കഴിയത്തില്ലായിരുന്നു. ആമേൻ. ആ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ അങ്ങനെ സംഭവിച്ചത് വളരെയധികം പ്രയാസമായി, ദുഃഖമായി, ആമേൻ, ഒത്തിരി വിഷമത്തിലൂടെ കടന്നുപോയ സാഹചര്യമാണ്. പക്ഷേ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യം, ദൈവം ചെയ്ത സകലതും നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അവരുടെ ആ പ്രയാസഘട്ടങ്ങളിലൂടെ കടന്നുപോയത് കൊണ്ടാണ് ഞങ്ങൾ യേശുവിന് വേണ്ടി ഞങ്ങളുടെ ഭവനത്തെ തുറന്നു കൊടുക്കുവാനിടയായത്. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് പറയുന്നത്, ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി, അവന്റെ ചട്ടങ്ങൾ പഠിക്കുവാനിടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും ആമേൻ നാമും പ്രതിസന്ധിയിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തൽക്കാലം ദുഃഖകരമാണ്. പക്ഷേ നമ്മുടെ കർത്താവ് ദോഷമായിട്ടൊന്നും ആമേൻ ചെയ്യുന്ന കർത്താവല്ല, ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. ആമേൻ. ദൈവത്തിന് നമ്മെക്കുറിച്ച് പ്രത്യേക ഉദ്ദേശമുള്ളത് കൊണ്ടാണ് ചില പ്രതിസന്ധികളിലൂടെ നമ്മെ കടന്നു പോകുവാൻ തക്കവണ്ണം കർത്താവ് അനുവദിക്കുന്നത്. എന്നാൽ അതിന്റെ ശേഷമോ നമ്മെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പണിതെടുക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. അതിനൊരു മുഖാന്തരമായിട്ടാണ് ചില സാഹചര്യത്തിൽ പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുവാൻ കർത്താവ് അനുവദിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. 2-3 വർഷം കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ വിശ്വാസം ആമേൻ ഉറച്ചു വന്ന് കണ്ട ശേഷം മാത്രമാണ് എന്റെ അനിയത്തിയുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതത്തെ പ്രവർത്തിച്ചത്. അവളെ കർത്താവ് സൗഖ്യമാക്കി. ഇന്ന് 2 കുഞ്ഞുങ്ങളുടെ മാതാവായി അവരും കുടുംബമായി കർത്താവിനെ സേവിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവരെ ആക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. അവൻ ഞങ്ങള് അമ്മയുടെ ഫസ്റ്റ് കസിൻസ് 2 പേർ അച്ഛന്മാര് ഒത്തിരി പ്രയാസങ്ങളിലൂടെ അവൻ ഒത്തിരി പ്രതികൂലങ്ങളിലൂടെ ആ സമയത്തെല്ലാം കടന്നു പോകേണ്ടതായി വന്നു. പക്ഷേ അവിടെ എല്ലാം സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ നിലനിർത്തി. വിളിച്ച ദൈവം വിശ്വസ്തനായ അവസാനത്തോളം പരിപാലിപ്പാൻ ശക്തനായിരുന്നു. എന്റെ വിവാഹശേഷം ഞങ്ങൾ കുടുംബമായി ആന്ധ്രാപ്രദേശിൽ CVTR ബൈബിൾ കോളേജിലേക്ക് കടന്നുപോയി. അവിടെ ദൈവവചനം അഭ്യസിക്കുവാൻ, തുടർന്ന് നോർത്ത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം പാസ്റ്റർ PG വർഗീസിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാനൊക്കെയും സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചു. ആ സമയത്താണ് ഈ രാജ്യത്തേക്ക് ദൈവവചന പഠനവുമായി കടന്നു വരുവാൻ എന്റെ ജീവിതത്തിൽ കർത്താവ് ഭാഗ്യം നൽകിയത്. ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് ദൈവാത്മാവ് എന്നോട് പറഞ്ഞ വാഗ്ദത്വമായിരുന്നു, ഞാൻ നിന്നെ വിദേശ രാജ്യത്തെത്തിക്കും. പക്ഷേ ആ സമയത്തൊന്നും അത് സംഭവിക്കുമോ, എങ്ങനെ സംഭവിക്കും എന്നൊക്കെ ഒത്തിരി ചോദ്യചിഹ്നമുണ്ടായിരുന്നു. പക്ഷേ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനായതുകൊണ്ട് തക്ക സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി അയച്ച് ഈ രാജ്യത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിക്കുവാനിടെ. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് എനിക്ക് പറയുവാനുള്ളത്, പ്രിയ ദൈവത്തിലെ നമ്മെക്കുറിച്ചോ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചോ സഭയെക്കുറിച്ചോ മിനിസ്ട്രിയെ കുറിച്ചോ ഏതെങ്കിലും തരത്തിൽ ദൈവം ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ സംഭവിക്കുമെന്ന് മാനസികമായി നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. പക്ഷേ ആമേൻ, നമ്മോട് വാക്ക് പറഞ്ഞ ദൈവത്തിന് ഒരു മനുഷ്യന്റെയും സഹായമില്ലാതെ അതും തക്ക സമയത്ത് നിവർത്തിക്കുവാൻ കഴിവുള്ളത് കൊണ്ടാണ് ദൈവം നമ്മോട് വാഗ്ദത്വം നൽകി തരുന്നത്. ആമേൻ. വാഗ്ദത്വം മുറുകെ പിടിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ തക്ക സമയത്ത് നാം അറിയാതിരിക്കുമ്പോൾ തന്നെ ആ കാല സമ്പൂർണ്ണതയിൽ ആ പെർഫെക്റ്റ് ടൈമിൽ ആമേൻ അതതിന്റെ സമയത്ത് സകലതും ഭംഗിയായി ചെയ്യുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ വാഗ്ദത്വങ്ങളെ നിവർത്തിക്കുക തന്നെ ചെയ്യും. ഈ നാളുകൾ അതുകൊണ്ട് വാഗ്ദത്വങ്ങൾ വിട്ടുകളയാതെ വണ്ണം, മാനുഷിക ചിന്തകളാൽ അതിനെ മാനുഷിക അളവുകോൽ കൊണ്ട് അളക്കാതെ വണ്ണം ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ ഉണ്ടല്ലോ, എല്ലാ വാഗ്ദത്വങ്ങളെയും ആമേൻ സ്വർഗം നിവർത്തിക്കുന്ന കാണുവാൻ നമ്മുടെ കണ്ണുകളെ സ്വർഗം സഹായിക്കും. ആമേൻ. ഇവിടുത്തെ പഠനശേഷം ഞാനും എന്റെ ആംഗ്ലയും ഞങ്ങൾ ഒരുമിച്ച് ഫിലദൽഫിയയിലായിരുന്നു. ബാൾട്ടിമോറിലുള്ള ആമേൻ ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ ദൈവവചനം പഠിക്കുവാൻ സ്വർഗം സഹായിച്ചതിന് ശേഷം ഞങ്ങൾ നാട്ടിൽ കടന്നുപോയി. ഞാൻ കുടുംബമായിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്കര എന്ന് പറഞ്ഞ പ്രദേശത്ത് 2014 അവിടെ പ്രവർത്തനം ആരംഭിക്കാനിടയായി. സ്വർഗത്തിലെ ദൈവം അവിടുത്തെ പ്രവർത്തനത്തെ മാനിച്ചുകൊണ്ടിരിക്കുന്നു. അനേകം പ്രിയപ്പെട്ടവരെ കർത്താവിന് വേണ്ടി നേടുവാൻ സ്വർഗം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഹൈന്ദവരിൽ നിന്നും മുസ്ലിങ്ങൾ ഉൾപ്പെടെ ഒത്തിരി സഹോദരങ്ങളെ കർത്താവ് അനേക അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ ആമേൻ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ആമേൻ. ഇപ്പോൾ ചെറിയ രീതിയിൽ ആമേൻ ചില ചാരിറ്റി വർക്കുകളും കൂടെ ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ചില സഹോദരിമാർ ആമേൻ സ്തോത്രം ഡൊമസ്റ്റിക് വയലൻസും അബ്യൂസും ഒക്കെ അനുഭവിച്ച് ഇനി ജീവിക്കണ്ട എന്ന് തീരുമാനമെടുത്ത് ആത്മഹത്യക്ക് മുതിർന്ന ചില പ്രിയപ്പെട്ടവരെ കർത്താവിന് വേണ്ടി നേടുവാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചു. അവരിപ്പോ കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ ഭവനത്തിൽ താമസിക്കുകയാണ്. അവർക്കൊരു ഷെൽട്ടർ ആവശ്യമാണ്. പ്രിയ ദൈവമക്കൾ പ്രാർത്ഥിക്കുക. അവരെ ഞങ്ങൾ സ്വയം തൊഴിൽ പരിശീലിപ്പിക്കുന്നുണ്ട്. സ്വന്തം കാലിൽ നിന്ന് ആമേൻ കുടുംബത്തെ പരിപാലിക്കുവാൻ. അതുവരെയും അവർക്ക്
ആമേൻ സ്വതന്ത്രം ഒരു ആശ്രയമായി ഒരു ആമേൻ സ്വതന്ത്രം ഒരു ഷെൽട്ടർ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പ്രിയ ദൈവമക്കൾ പ്രാർത്ഥിക്കുക. അവരിലൂടെ ദൈവം വലിയ കാര്യങ്ങൾ വെച്ച് അവരെ രൂപാന്തരപ്പെടുത്തി ആമേൻ സ്വതന്ത്രം ഇന്ത്യയെ തന്നെ മാറ്റിമറിക്കുന്ന നിലയിൽ ഒരു ആത്മീക ആമേൻ സ്വതന്ത്രം ഉണർവിന്റെ ശക്തിക്കായി അവിടുത്തെ സഹോദരിമാരെല്ലാം കർത്താവ് ഉപയോഗിക്കേണ്ടതിനായി ഞങ്ങളെയും അവസാനത്തോളം വിശ്വസ്തയോടെ നിലനിൽപ്പാൻ സ്വർഗം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുക. എന്റെ മോനും പാസ്റ്റായിരിക്കുകയാണ്. ഒരു മോളുണ്ട്, മോളുടെ കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞുണ്ട്. അവരും പാർട്ട് ടൈം ഞങ്ങളോടൊപ്പം കർത്താവിനെ സേവിപ്പാൻ സ്വർഗം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ കർത്താവിന്റെ വരെ ഒരു വിശ്വസ്തയോടെ നിലനിൽപ്പാൻ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. കർത്താവ് അനുവദിച്ചാൽ 20-ാം തീയതി വരെ ഈ ഒക്കലഹോമയുടെ പ്രദേശത്തായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ന്യൂയോർക്കിൽ ഒരു 3 ആഴ്ചക്കാലമായിരുന്നു. ഡിസംബർ 13-ന് നാട്ടിൽ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. 2 തിമോത്തിയോസ് 3-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് നമുക്ക് വായിക്കാൻ തക്കോണം കഴിയുന്നത്. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവമുണ്ടാകും. ഹല്ലേലൂയ. അവൻ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്ക് ഉപദ്രവമുണ്ടാകും. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ യൗവനക്കാരനായ മിഷണറിയായ തിമോത്തിയോസിനോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ പ്രിയ സഹോദര, നീ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ നീ മനസ്സ് കാണിച്ചാൽ നിനക്ക് ഉപദ്രവം ഉണ്ടാകും. ഹല്ലേലൂയ. ആമേൻ സ്വത്രം. ഇന്ന് വൈകിയ വേളയിൽ അതേ വചനം നമ്മളോട് ദൈവാത്മാവ് സംസാരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ആമേൻ നമുക്ക് ഉപദ്രവം ഉണ്ടാകുന്നുവെങ്കിൽ ആമേൻ സ്വത്രം അതിനർത്ഥം ക്രിസ്തുയേശുവിൽ നമ്മൾ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സ് കാണിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഉപദ്രവം ഉണ്ടാകുന്നത്. ലോകപ്രകാരം ജീവിക്കുന്നവർക്ക് ഒരു പ്രശ്നവുമല്ല. ഈ ലോകത്തിൽ എന്തെല്ലാം ആമേൻ മ്ലേച്ഛതകൾ ആമേൻ ദുഷ്പ്രവൃത്തികളിലൂടെ ജനം കടന്നു പോകുന്നു. എന്നാൽ അവർക്കൊന്നും ഒരു തരത്തിലും ഒരു പ്രയാസവും അനുഭവിക്കേണ്ടതായിട്ട് കടന്നു വരുന്നില്ല. എന്നാൽ ഒരു വ്യക്തി യേശുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ആമേൻ സ്വത്രം അവന്റെ പാപ സ്വഭാവത്തെ വിട്ട് അവൻ കർത്താവിലേക്ക് കടന്നു വരുമ്പോൾ ആ സമയം മുതലാണ് അവൻ പീഡിപ്പിക്കപ്പെടുവാൻ തുടങ്ങുന്നത്. ഹല്ലേലൂയ. അവൻ ഉപദ്രവിക്കപ്പെടുവാൻ തുടങ്ങുന്നത്. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. ഈ നാളുകളിൽ ആമേൻ സ്വത്രം നമ്മുടെ ആമേൻ സഭകൾ, മിഷണറിമാർ, ദൈവമക്കളൊക്കെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മളെല്ലാവരും ആയി തീർന്നിരിക്കുന്നത്. ആമേൻ സ്വത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേൻ സ്വത്രം, നാം കർത്താവിന് വേണ്ടി ജീവിക്കുന്നത് കൊണ്ടാണ് പീഡിപ്പിക്കപ്പെടുന്നത്. ആമേൻ സ്വത്രം. ഈ ലോകം ആമേൻ നമ്മെ പകയ്ക്കുന്ന യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആമേൻ ലോകത്തുനിന്ന് ഞാൻ നിങ്ങളെ വേർതിരിച്ചിരിക്കുന്നു. നിങ്ങൾ ഇനി മേലെ ലോകക്കാരല്ല. ആമേൻ ലോകത്തുനിന്ന് ഞാൻ നിങ്ങളെ പുറത്തെടുത്തിരിക്കുക. അതുകൊണ്ടാണ് ആമേൻ ലോകം നിങ്ങളെ പകയ്ക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ലോകക്കാരല്ലായകയാൽ നിങ്ങളെ പകയ്ക്കുന്നു. ആമേൻ നാം ലോകത്തിൻ്റെതായ ഇച്ഛകളില്, ലോകത്തിൻ്റെതായ ആമേൻ സ്വത്ര ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് മാച്ഛതയിലൂടെ മുന്നോട്ട് നീങ്ങിയ സമയം നമുക്ക് ഒരു ഉപദ്രവവും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. നമ്മെ ആരും പകയ്ക്കത്തില്ല. അപ്പോഴെല്ലാം നമ്മോടൊപ്പം ചേർന്ന് നടക്കുവാൻ ഒത്തിരി പേരുണ്ടായിരുന്നു. ആമേൻ എപ്പോഴാണോ ആമേൻ ലോകത്തിൻ്റെതായ ഇച്ഛകൾ, ആഗ്രഹങ്ങൾ, ആഡംബരങ്ങളെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിന് വേണ്ടി ആമേൻ ക്രിസ്തുയേശുവിന്റെ കാൽപാദങ്ങളെ പിന്തുടരുവാൻ തക്കവണ്ണം നാം ആമേൻ നമ്മുടെ കാലുകളെ മുന്നോട്ട് വെച്ച് ഇറങ്ങി തിരിച്ചുവോ ആമേൻ ആ സമയം മുതലാണ് നാം പീഡിപ്പിക്കപ്പെടുവാൻ തുടങ്ങിയിരിക്കുന്നത്. ദൈവസഭ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. ഹല്ലേലൂയ. ആമേൻ ഈ നാളുകളിൽ ആമേൻ നമ്മുടെ ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തുയേശുവിന് വേണ്ടി തന്നെ നിലനിന്നുകൊണ്ട് ആമേൻ സുത്ര ഈ നാളുകളിൽ നമ്മെ പീഡിപ്പിക്കുന്നവർ ആമേൻ മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇടിവ് തന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ വീണ്ടും ദൈവസഭയെ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ സുത്രം. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. അവൻ പൗലോസ് അപ്പോസ്തലൻ തന്നെ ഫിലിപ്പിയ ലേഖനം 1:29 വാക്യത്തിൽ ആമേൻ ദൈവസഭയോട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല കഷ്ടം അനുഭവിക്കുവാൻ കൂടെ നിനക്ക് അവൻ നിങ്ങൾക്ക് വരം നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ വിശ്വസിക്കാൻ മാത്രമല്ല ആമേൻ സ്തോത്രം കഷ്ടം അനുഭവിക്കുവാനും ദൈവം നമുക്ക് വരം നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. എന്തുകൊണ്ടാണ് ദൈവസഭകൾ പീഡിപ്പിക്കപ്പെട്ടിട്ടും ആമേൻ ദൈവദാസൻ ആമേൻ പ്രാർത്ഥിക്കുമ്പോൾ പറയുമായിരുന്നല്ലോ, ആമേൻ സ്തോത്രം, ദൈവദാസന്മാരെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി വിശ്വാസികളെ ആമേൻ ഒത്തിരി ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. പക്ഷേ എങ്കിലും ആമേൻ ദൈവദാസന്മാരെ ഒറ്റുകൊടുക്കുവാൻ അവർക്ക് ഇടയായി തീർന്നില്ല. കാരണം എന്താ? ഹല്ലേലൂയ. ആമേൻ അവർക്ക് വരം നൽകപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല ആമേൻ കഷ്ടം അനുഭവിക്കുവാനുമുള്ള വരം. ഹല്ലേലൂയ. സാധാരണ നമ്മൾ
നമ്മൾ ആരും ആഗ്രഹിക്കാത്ത ഒരു വരമാ. നമ്മൾ ഒത്തിരി കൃപാവരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാ. പക്ഷെ കഷ്ടം അനുഭവിക്കുവാനുള്ള വരം ആരും ചോദിക്കത്തില്ല, ആരും ഇഷ്ടപ്പെടുന്നതുമല്ല. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചാലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നാം കർത്താവിൽ വിശ്വസിക്കുന്ന സമയത്ത് തന്നെ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നതോടൊപ്പം അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ വരം നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ ക്രിസ്തു മാർഗം എന്ന് പറയുന്നത് ഒരിക്കലും പട്ടുമത്തയിൽ പണിതെടുത്ത ഒരു മാർഗമല്ല. സ്തോത്രം. യേശു കർത്താവിന്റെ ക്രൂശീകരണത്തോടുകൂടെ ക്രൂശിലെ മരണത്തോടുകൂടെ പണിതെടുത്ത ഒരു പ്രസ്ഥാനമാണ്. സ്തോത്രം. ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാൻ ഇതിനെ തകർക്കുവാൻ ഒരു മനുഷ്യനോ വൈശാചിക ശക്തിക്കോ സാധ്യമല്ല. ക്രിസ്തുയേശുവിനെ പോലും സ്തോത്രം 3 ദിവസം കല്ലറയ്ക്കുള്ളിലായിരുന്നപ്പോൾ ഇതുകൊണ്ട് അവസാനിച്ചു, ഇനി ഒന്നും സാധ്യമല്ല, ഇതിവിടം കൊണ്ട് തീർന്നു എന്ന് ചിന്തിച്ച സാഹചര്യത്തിൽ 3-ാം ദിവസം യേശു കർത്താവ് ജയാളിയായി പുറത്തു വരുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ കഷ്ടത എന്ന് പറയുന്നത് ഒരു അല്പകാലത്തേക്ക് മാത്രം, അല്പസമയത്തേക്ക് മാത്രം. ഹല്ലേലൂയ. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ സഭകൾക്ക് ലേഖനം എഴുതുമ്പോൾ ദൈവാത്മാവ് പറഞ്ഞൊരു കാര്യമാണ്, 10 ദിവസം നിങ്ങൾക്ക് കഷ്ടമുണ്ടാകും. ഹല്ലേലൂയ. നിങ്ങൾ സഹിക്കുവാനുള്ളത് പേടിക്കേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. സ്തോത്രം. നമുക്ക് മുൻപേ പോയി സ്തോത്രം ഈ ലോകത്തിൽ അനുഭവിക്കാവുന്ന സകല സ്തോത്രം പരിശോധനകളും സകല പ്രശ്നങ്ങളിലൂടെ കടന്നുപോയവനാണ് നമ്മുടെ കർത്താവ്. സകല പീഡകളിലൂടെ കടന്നുപോയവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവ് നമ്മോട് കൂടെയുള്ളിടത്തോളം കാലം സ്തോത്രം നാം ഒരിക്കലും കുലുങ്ങി പോകുവാൻ നമ്മുടെ കർത്താവ് സമ്മതിക്കത്തില്ല. നമ്മൾ തളർന്നു പോകാൻ നമ്മുടെ കർത്താവ് അനുവദിക്കത്തില്ല. നമ്മുടെ ഓരോ പ്രതിസന്ധിയിലും നമ്മോട് കൂടെ ഇരുന്ന് അതിനെല്ലാം അതിജീവിക്കുവാനുള്ള ദൈവകൃപ നമ്മുടെ മേൽ പകരുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിൽ നാം ഭക്തിയോടെ ജീവിക്കുന്നത് കൊണ്ട് നമുക്കറിയാം, ദാനിയേല് തന്റെ ഒപ്പമായിരുന്ന തന്റെ സഹോദരന്മാര് ശദ്രക്, മേശക്, അബേദ്നെഗോ അവരെല്ലാം അടിമകളായി പിടിക്കപ്പെട്ടുകൊണ്ടുപോയ ബാലന്മാരാണ്. പക്ഷെ അടിമത്തത്തിലായിരിക്കുമ്പോൾ തന്നെ സ്തോത്രം രാജാവ് അവർക്ക് ഉയർന്ന പൊസിഷൻസ്, അവരുടെ യോഗ്യതകൾ, അവർ ബുദ്ധിമാന്മാരായിരുന്നു, സമർത്ഥരായിരുന്നു, ദൈവകൃപയുള്ളവരായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഉന്നതമായ പദവികളൊക്കെ നൽകി രാജാക്കന്മാർ അവരെ ബഹുമാനിക്കാൻ തുടങ്ങി. ഇത് കണ്ട് അസൂയപ്പെട്ട അവരോടൊപ്പം തന്നെ സ്തോത്രം അധ്യക്ഷ പദവിയിലായിരുന്ന പ്രിയപ്പെട്ടവർ അവർക്ക് വിരോധമായി തന്ത്രങ്ങൾ മെനയുവാൻ തുടങ്ങി. സ്തോത്രം. പലതും അവർ ചിന്തിച്ചിട്ടും ഒന്നിലും രക്ഷയില്ല. അവരുടെ വിശ്വാസത്തിൽ മാത്രമേ അവരെ കൊടുക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് രാജാവിന്റെ അടുക്കൽ പോയി അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. രാജാവ് ഒരു ബിംബം ഉണ്ടാക്കണം, ആ ബിംബത്തെ അല്ലാതെ നമസ്കരിക്കരുതെന്ന് കൽപ്പന കൊടുക്കണം. അങ്ങനെ ആദ്യവട്ടം സ്തോത്രം അവർക്ക് വിരോധമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്നാൽ അവർ ആ ബിംബത്തെ നമസ്കരിക്കുവാൻ ഇടയായി തീർന്നില്ല. മറ്റൊന്നിലും അവരെ കുറ്റക്കാരായി കണ്ടുപിടിക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വിശ്വാസത്തിൽ കൊടുക്കുവാൻ തക്കവണ്ണം സ്തോത്രം ആ ബിംബമുണ്ടാക്കി അതിനെ നമസ്കരിക്കുവാൻ അവരെ നിർബന്ധിക്കുവാൻ ഇടയായത്. എന്നാൽ ആ ദൈവദാസന്മാർ സ്തോത്രം ദൈവം ഞങ്ങളെ ഈ തീച്ചൂളയിൽ നിന്ന് വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഇതിനെ സേവിക്കയില്ല എന്ന് ധൈര്യപൂർവ്വം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് കൊണ്ട് എന്താ സംഭവിച്ചത്? അവർ തീച്ചൂളയിൽ അകപ്പെടുവാനിടയായി തീർന്നുവെങ്കിലും 4-ാമനായ അവരോട് കൂടെ തീച്ചൂളയിൽ ഇറങ്ങി രക്ഷിച്ച കർത്താവിനെ കാണുവാൻ ആ ദേശത്തിലെ രാജാവ് ഉൾപ്പെടെ എല്ലാവർക്കും ഇടയായി തീർന്നു. പ്രിയ ദൈവവേദലേ, നമ്മുടെ ജീവിതത്തിലും ഇതാ സംഭവിക്കുന്നത്. നാം തീച്ചൂളയുടെ അനുഭവത്തിലൂടെ, പീഡയുടെ അനുഭവത്തിലൂടെ ദൈവസഭ പീഡിപ്പിക്കപ്പെട്ട് കടന്നു പോകുന്ന സാഹചര്യത്തിലും നമ്മെ വിട്ടുകൊടുത്ത് മാറിയിരിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. നമ്മോട് കൂടെ ഇറങ്ങി വന്ന് നമ്മുടെ അഗ്നി പരിശോധനയിൽ നമ്മോട് കൂടെ ഇരുന്നു കൊണ്ട് സ്തോത്രം നമ്മോടൊപ്പം കൂടെ നടന്നുകൊണ്ട് ആ തീ അവർക്ക് വരുത്തുവാൻ അനുവദിക്കാത്തതുപോലെ നമ്മുടെ ജീവിതത്തിലും ആ പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊന്നും തന്നെ നമുക്കൊരു പോറൽ പോലും ഏൽപ്പിക്കുവാൻ അനുവദിക്കാതെ വേണം നമ്മെ വിശ്വാസത്തോടെ അക്കരെ കരം പിടിച്ച് നടത്തുന്നവരാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ആ കർത്താവിൽ വിശ്വസിച്ച് ആ കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങിയാൽ സ്തോത്രം ഒരിക്കലും പരാജയം വരുവാൻ സാധ്യമല്ല. ഈ ദൈവദാസന്മാർ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കിയതായിട്ട് കാണുന്നില്ല. എല്ലാ നിലയിലും രാജാക്കന്മാർക്ക് ഉപകാരമായിരുന്നു, അനുഗ്രഹമായിരുന്നു അവരുടെ ജീവിതം. സ്തോത്രം. ദാനിയേലിന്റെ ജീവിതം നോക്കുകയാണെങ്കിലും ആ രാജാവ് സ്വപ്നം കണ്ട് മറന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആ ദേശത്തിലെ ശകുനവാദികൾക്കും മന്ത്രവാദികൾക്കും ക്ഷുദ്രക്കാർക്കും ഒന്നും ആ സ്വപ്നമോ അതിന്റെ അർത്ഥമോ ഒന്നും മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ സ്തോത്രം ദൈവാത്മാവുള്ള ദാനിയേലിലൂടെ ദൈവം സ്വപ്നത്തെയും അർത്ഥവും വെളിപ്പെടുത്തി രാജാവ് അദ്ദേഹത്തെ ബഹുമാനിക്കുവാനിടെ
ഇടയായി തീർന്നു. അവിടെയും രാജാവ് അദ്ദേഹത്തെ ബഹുമാനിച്ചതുകൊണ്ട് അവൻ കൂടെയുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ വണ്ണം അവിടെയും രാജാവിനെ കൊണ്ട് അവനൊരു കടുങ്കൈ ചെയ്യിപ്പിക്കുകയാണ്. രാജാവിനോട് പറയാം, 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. അവര് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഈ വിശ്വാസത്തിൽ അല്ലാതെ, ഈ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ ഒരു പരിശോധന അല്ലാതെ മറ്റൊരു തരത്തിൽ അവരെ കൊടുക്കുവാൻ സാധ്യമല്ല. ദാനിയേൽ ഇതറിഞ്ഞ ശേഷവും അവൻ ദിവസവും ചെയ്തു വരുന്ന പോലെ കിളിവാതിൽ തുറന്ന് ദിവസം 3 പ്രാവശ്യം യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ അവർ പിടിച്ച് രാജസന്നിധിയിൽ കൊണ്ടുപോയി സിംഹങ്ങളുടെ ഗുഹയിൽ എറിഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം തയ്യാറായി. ആ രാജാവിന് പോലും അതിന് മനസ്സില്ലായിരുന്നു. അവിടെ വായിക്കുന്നത്, വൈകുന്നേരം വരെയും രാജാവ് പല ആ അടവുകളും പറഞ്ഞ് പല തന്ത്രങ്ങളും പറഞ്ഞ് ദാനിയേലിനെ രക്ഷിക്കുവാൻ നോക്കുന്നു. പക്ഷേ പ്രഭുക്കന്മാരൊന്നും അതിന് അനുവദിച്ചില്ല. എന്താ സംഭവിച്ചത്? ദാനിയേലിനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞുവെങ്കിലും പ്രിയ ദൈവമക്കളെ, നമുക്കറിയാമല്ലോ, ദാനിയേലിനെ ദൈവം രക്ഷിക്കുവാനിടയായി. രാജാവിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രാജാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ സേവിക്കുന്ന നിന്റെ ദൈവം സിംഹങ്ങളുടെ വായിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാനിടയായല്ലോ. ദാനിയേൽ പറയുകയാണ്, സിംഹങ്ങളുടെ വായ അവൻ അടച്ചു കളഞ്ഞ് എന്നെ ഉപദ്രവിക്കാതെ വേണം. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഇത് സിംഹത്തിന്റെ പോലെ അലറുന്ന സിംഹം എന്ന പോലെ നമ്മുടെ നേരെ കടന്നു വരുന്ന പ്രശ്നങ്ങൾ നാം അകപ്പെടുമ്പോൾ അവിടെയെല്ലാം ആ പ്രശ്നങ്ങളുടെ വായികൾ മൂടിക്കെട്ടിക്കൊണ്ട് നമുക്ക് വേണ്ടി അത്ഭുതത്തെ പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ കർത്താവ്. നമ്മെ നാം നശിച്ചു കാണണമെന്ന് ചുറ്റും നമുക്ക് എതിരായി എഴുന്നേൽക്കുന്ന വ്യക്തി ജീവിതങ്ങൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ അവരുടെ മുന്നിലൂടെ ഒരു പോറലും ഏൽക്കാതെ വേണം അങ്ങോട്ട് പോയതിനേക്കാളും ശ്രേഷ്ഠമായി തിരികെ വരുന്ന ഒരു അനുഭവത്തിൽ നമ്മെ ആക്കി വയ്ക്കുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ഹാലലുയ. ജയാളിയായ കർത്താവ്. ഹാലലുയ. ഈ നാളുകളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ കടന്നു വന്നാലും അവിടെയൊന്നും ഹാലലുയ തളർന്നു പോകാതെ വേണം. എന്നെ വിളിച്ച ദൈവം എന്നോട് കൂടെയുണ്ട്. അവനായി എന്നോട് കൂടെ എന്റെ കഷ്ടതയിൽ ഇറങ്ങി എന്നെ സഹായിക്കുന്നവനാണ്, എന്നെ സൗഖ്യമാക്കുന്നവനാണ്, എന്നെ വിടുവിക്കുന്നവനാണെന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ തയ്യാറായാലുണ്ടല്ലോ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ നമ്മുടെ ജീവിതത്തിൽ കാണുവാനിടയായി തീരും. ഹാലലുയ. അത് മുഖാന്തരം എന്താ സംഭവിച്ചത്? രാജാവ് രേഖ തിരുത്തി കുറിച്ചുകൊണ്ട് പറഞ്ഞു, ഇനിമേൽ ദാനിയേലിന്റെ ദൈവത്തെ മാത്രമേ ഈ രാജ്യത്തുള്ള സകല മനുഷ്യരും ആരാധിക്കാവൂ. ഹാലലുയ. നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധനയിൽ നാം തളർന്നു പോകാതിരിക്കുമ്പോഴുണ്ടല്ലോ ചില വ്യക്തികൾ അത് കണ്ടിട്ട് അത് മുഖാന്തരം മാനസാന്തരത്തിലേക്ക് കടന്നു വരുന്നത് കാണുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഇടയാകും. ഹാലലുയ. നിസ്സാര പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ തന്നെ ആത്മഹത്യ വരെ ചിന്തിക്കുന്ന ആത്മഹത്യയാണ് പരിഹാരമെന്ന് ചിന്തിക്കുന്ന മനുഷ്യരുടെ മധ്യത്തിൽ വലിയ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോഴും ദൈവമക്കൾ തകർന്നു പോകാതെ നിലനിൽക്കുന്നത് കണ്ടുകൊണ്ട് നമ്മുടെ ദൈവത്തിന് എന്തോ പ്രത്യേകതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ ഈ നാളുകളെ ജനങ്ങൾ കടന്നു വരുവാനിടയായി തീരും. ഹാലലുയ. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന സകലതും നന്മയ്ക്കായി മാത്രമാണ്. ക്രിസ്തുവേശുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാനും വരം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 15 അധ്യായം 20 വാക്യത്തിൽ നമ്മുടെ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. മാത്രമല്ല യേശു പറഞ്ഞു, അവൻ ദാസൻ യജമാനനേക്കാൾ വലിയവനല്ലല്ലോ. ഹല്ലേലൂയ. യേശു കർത്താവ് പറയാ, അവർ എന്നെ ഉപദ്രവിച്ചു, അതുകൊണ്ട് നിങ്ങളെ ഉപദ്രവിക്കും. ഞാൻ യജമാനനാണ്, നിങ്ങളെല്ലാം എന്റെ ദാസന്മാരാണ്. ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല. ഹാലലുയ. യജമാനനായ നമ്മുടെ കർത്താവിനെ ഈ ലോകം പീഡിപ്പിക്കുവാൻ ഉപദ്രവിക്കുവാൻ തയ്യാറായെങ്കിൽ കർത്താവിന്റെ ദാസന്മാരായ യജമാനന്റെ ദാസന്മാരായ നമ്മെയും അപ്രകാരം തന്നെ പീഡിപ്പിക്കും എന്ന് കർത്താവ് ഓൾറെഡി തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തിട്ടുണ്ട്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവിനെ അവർ ക്രൂശിച്ചെങ്കിൽ നമ്മുടെ കർത്താവിനെ ഹാലലുയ അനേക ഉപദ്രവങ്ങളുടെ കടന്നു പോകുവാൻ അവർ ഇടയാക്കിയെങ്കിൽ ആ കർത്താവിനെ അനുഗമിക്കുന്ന നമ്മുടെ ജീവിതത്തിലും അത് കടന്നു വരാതിരിക്കത്തില്ല. ഹാലലുയ. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഹാലലുയ സഭയെ പീഡിപ്പിക്കുവാൻ ഈ ലോകവും മനുഷ്യനും പിശാചും ഒന്നുപോലെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതുകൊണ്ടൊന്നും തീർന്നു പോകത്തില്ല. ഹാലലുയ. അനേകം ഹാലലുയ സ്തോത്രം രാഷ്ട്രീയ നേതാക്കന്മാരും രാജാക്കന്മാരും അനേകം സഭകളെ പീഡിപ്പിച്ചുകൊണ്ട് നശിപ്പിക്കുവാൻ തക്കവണ്ണം മുന്നിട്ടിറങ്ങി. പക്ഷെ ഇന്നുവരെ നശിക്കുവാൻ തക്കവണ്ണം കർത്താവ് അനുവദിച്ചിട്ടില്ല. ഹാലലുയ.
വോൾട്ടയർ എന്ന് പറയുന്ന ആമേൻ സ്വത്രം ഒരു നിരീശ്വരവാദി, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, 100 വർഷം കഴിയുമ്പോൾ ഈ വേദപുസ്തകം ഈ ഭൂമിയിൽ ശേഷിച്ചിരിക്കത്തില്ല. ആമേൻ, വേദപുസ്തകം പിന്നെ കാണണമെങ്കിൽ ആമേൻ നിങ്ങൾ വല്ല മ്യൂസിയത്തിൽ പോയി നോക്കേണ്ടി വരും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. പക്ഷെ എന്താ സംഭവിച്ചെന്നറിയോ? ആ പ്രഖ്യാപിച്ച വോൾട്ടയറിന്റെ ആമേൻ വീട്, അദ്ദേഹത്തിന്റെ കാലശേഷം ആ വീട് ജനീവ ബൈബിൾ സൊസൈറ്റി ഏറ്റെടുത്തിട്ട് അവിടെ വേദപുസ്തകം പ്രിന്റ് ചെയ്യുന്ന ആമേൻ ഒരു പ്രസ് അവിടെ സ്ഥാപിച്ച് ആയിരക്കണക്കിന് പ്രതികൾ ഓരോ ദിവസവും പുറത്തിറങ്ങുന്ന ഒരു പ്രസ്സായി, ആമേൻ ബൈബിൾ പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രസ്സായി ആ ഭവനം മാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആമേൻ, ഇന്ന് വോൾട്ടയറിന്റെ പുസ്തകങ്ങൾ വല്ലതും വേണമെങ്കിൽ ആമേൻ മ്യൂസിയത്തിൽ ചിലപ്പോൾ തപ്പിയാൽ, ലൈബ്രറിയിൽ വല്ലതും തപ്പിയാൽ കിട്ടുമായിരിക്കും. ഹല്ലേലൂയ. ആമേൻ, പ്രിയ ദൈവമക്കളെ, വേദപുസ്തകത്തിന് അവിടെ കൊണ്ട് ഒരവസാനം ഉണ്ടായില്ല. ഹല്ലേലൂയ. ആമേൻ സ്വത്രം. മറ്റൊരു ചക്രവർത്തി വേദപുസ്തകത്തിലെ സകല പ്രതികളെയും തപ്പിയെടുത്ത് ആമേൻ സ്വത്രം തീയിലിട്ട് ചുട്ടു നശിപ്പിച്ച് ആമേൻ സ്വത്രം ആ ചാരത്തിന്മേൽ ഒരു കൊടി നാട്ടിയിട്ട് ഇപ്രകാരം പറഞ്ഞു, ഇനി വേദപുസ്തകത്തിന് ഒരു പ്രതി പോലും ഒരിടത്തും കാണുവാൻ കഴിയത്തില്ല, എല്ലാം ഞാൻ നശിപ്പിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു ആമേൻ സ്വത്രം വെല്ലുവിളിക്കാനിടയായി. പക്ഷേ അധികം താമസിയാതെ ആ ചക്രവർത്തി ഭരണത്തിൽ നിന്ന് താഴെ പോയി. എന്നാൽ അടുത്ത് വന്ന ചക്രവർത്തി ഇഷ്ടം പോലെ വേദപുസ്തകം പ്രിന്റ് ചെയ്യുവാൻ ആമേൻ സ്വത്രം ഉള്ള ആമേൻ അധികാരം ആമേൻ അദ്ദേഹം നേരിട്ട് കൊടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ, വേദപുസ്തകത്തെയും ക്രിസ്തീയ മാർഗത്തെയും ഒടുക്കിക്കളയുവാൻ ആമേൻ ഒത്തിരി ഹില്ലർ ഉൾപ്പെടെ ഒത്തിരി പേർ ആമേൻ പരിശ്രമിച്ചുവെങ്കിലും ആമേൻ ഇന്നുവരെയും ഈ പ്രസ്ഥാനം ആമേൻ ക്രിസ്തുവിന്റെ മാർഗത്തെ നശിപ്പിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. ആമേൻ, കാരണം ഇത് ആമേൻ മുളച്ചിരിക്കുന്നത് കാൽവരിയിലാണ്. ഹല്ലേലൂയ. ആമേൻ സ്വത്രം. ഹല്ലേലൂയ. ആമേൻ, ലഘുവായി മുളച്ചൊരു പ്രസ്ഥാനമല്ല. കാൽവരിയിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ നൽകി ആ ജീവന്റെ വിലയായി ഉടലെടുത്തിരിക്കുന്ന ഈ പ്രസ്ഥാനം ആമേൻ ഇത് ലോകത്തിൽ ഒരു മനുഷ്യനെ നശിപ്പിക്കുവാൻ സാധ്യമല്ല. ആമേൻ, തീർന്നു പോകുന്നു എന്ന് തോന്നുന്ന ഇടത്തു നിന്ന് ആമേൻ സ്വത്രം പൊട്ടിമുളച്ചുകൊണ്ട് ആമേൻ ഒരു തുള്ളി രക്തത്തിൽ നിന്ന് 1000 പേരെന്ന് രാഷ്ട്രീയക്കാരെ നിലവിളിക്കുന്നത്. പക്ഷേ സ്വത്രം അത് ഏറ്റവും ആപ്തിയായിരിക്കുന്നത് നമ്മുടെ ക്രിസ്തീയ ആമേൻ സ്വത്രം ക്രിസ്ത്യാനികൾക്കാണ്. ഹല്ലേലൂയ. ദൈവ മക്കൾക്കാണ്. ആമേൻ സ്വത്രം. ഒരു തുള്ളി ചോര എവിടെയെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നാശത്തിനല്ല. ആമേൻ സ്വത്രം. അവിടെ നിന്ന് അനേകം ആത്മാക്കൾ പൊട്ടിപ്പുറപ്പെടുന്നത് ആമേൻ നമുക്ക് കാണുവാൻ തക്കോണം ഒരു ചരിത്രമായി മാറുന്നത് കാണുവാൻ തക്കോണം ഇടയാകും. ആമേൻ, ഒരു ഗ്രഹാം സ്റ്റെയിൻസിനെ ആമേൻ സ്വത്രം തന്റെയും തന്റെ കുഞ്ഞുങ്ങളെയും ചുട്ടുകൊന്നു കളഞ്ഞപ്പോൾ ഒറീസായിലെ സുവിശേഷ പ്രവർത്തനത്തെ മൊത്തം ആമേൻ സ്വത്രം ആമേൻ തുടച്ചു നീക്കാമെന്ന് അവർക്ക് ആമേൻ സ്വത്രം അവർ ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷേ അവർക്ക് തെറ്റിപ്പോയി. അവിടെ നിന്ന് വീണ്ടും ആയിരക്കണക്കിന് ആത്മാക്കൾ യേശുവിലേക്ക് കടന്നു വരുവാൻ അതൊക്കെ മുഖാന്തരമായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ സ്വത്രം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ആമേൻ സ്വത്രം, നമ്മുടെ വിശ്വാസം ഒരു പരാജയത്തിന്റെ വിശ്വാസമല്ല. ഹല്ലേലൂയ. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ, കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്, സാരമില്ല. പക്ഷേ ലോകത്തെ ആമേൻ ജയിച്ച ഒരു വിശ്വാസമാണ് ആമേൻ നാം മുറുകെ പിടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരിക്കലും പരാജയത്തിന് വേണ്ടിയല്ല നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത്, നമ്മെ വിജയത്തിന് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ ഉപദ്രവിച്ചെങ്കിൽ നമ്മെ ഉപദ്രവിക്കാതെ വിടത്തില്ല. ഹല്ലേലൂയ. ആമേൻ, യേശു കർത്താവിനെ ക്രൂശിച്ചപ്പോൾ ഓർത്ത് ഇതുകൊണ്ട് തീർന്നുപോയി, ഇവിടം കൊണ്ട് നിന്നുപോയി. പക്ഷെ അതല്ല സംഭവിച്ചത്. ആമേൻ, വെറും 12 ശിഷ്യന്മാരെ കൊണ്ട് ലോകം മുഴുവനും കീഴ്മേൽ മറിക്കത്തക്ക പോലെ ആമേൻ സുവിശേഷത്തിന്റെ വിത്തുകൾ ആമേൻ വിതറി. ആമേൻ, ഇന്നത്തെ ടെക്നോളജി ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലും അനേകം ഭൂഖണ്ഡങ്ങളിൽ സുവിശേഷമായി കടന്നു ചെല്ലുവാൻ ആമേൻ ആ ശിഷ്യന്മാർക്കൊക്കെ ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ആദിമ നൂറ്റാണ്ട് ആമേൻ കേവലം വിരലിലെണ്ണാവുന്നവർ മാത്രമുള്ള സമയത്ത് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ആമേൻ ഇന്ന് ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ആമേൻ ലോകം മുഴുവനും സകല ഭൂഖണ്ഡങ്ങളും സുവിശേഷം എത്തിയിരിക്കുകയാണ്. ആമേൻ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഇന്ന് യേശുവിനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മുസ്ലിം രാഷ്ട്രങ്ങളിൽ പോലും ഹല്ലേലൂയ ആമേൻ മുസ്ലിങ്ങളാണ് യേശുവിനെ സ്വീകരിക്കുവാൻ ഏറ്റവും പുറകിലായി കണക്കാക്കപ്പെടുന്ന ആമേൻ സ്വത്രം ജാതി. പക്ഷേ ഈ നാളുകൾ അന്ത്യകാലഘട്ടത്തിൽ ആമേൻ മുസ്ലിം രാഷ്ട്രങ്ങളിൽ പോലും ആമേൻ സ്വത്രം ദൈവത്തിന് ആവശ്യമുള്ളവരെ കർത്താവ് വേർതിരിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ആമേൻ സ്വത്രം. കഴിഞ്ഞ വർഷം ഞാനൊരു വിഷൻ സ്കൂൾ എന്ന് പറയുന്ന ചിലർക്കൊക്കെ അറിയാമായിരിക്കാം, ഒരു ആമേൻ ഇന്റർനാഷണൽ മിഷണറി സംഘടനയുടെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുവാൻ തക്കോണം ഇടയായി തീർന്നു. അവര് ക്ലാസ് കഴിഞ്ഞിട്ട്
മുസ്ലിം രാഷ്ട്രങ്ങളിലാണ് മിഷണറിമാരായിട്ട് നമുക്ക് താല്പര്യമുള്ളവരെ നമ്മളെ ആമേൻ അയക്കുവാൻ തക്കവണ്ണം ഇടയാകും. ആമേൻ സ്തോത്രം. ഞാനും പോകുവാൻ ആഗ്രഹിച്ചു, പക്ഷേ ചില ഇമിഗ്രേഷന്റെ പ്രശ്നം കൊണ്ട് പോകുവാൻ കഴിഞ്ഞില്ല. ഈജിപ്തിലാണ് ഞാൻ പോകാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ എന്റെ ഇളയ സഹോദരൻ ജോർഡാൻ എന്ന സ്ഥലത്തേക്ക് കടന്നുപോയി. മറ്റെന്റെ ചില ഫ്രണ്ട്സിനൊക്കെ പോകാൻ, വേറെ രാജ്യങ്ങളിലൊക്കെ പോകാൻ കഴിഞ്ഞു. അവിടെ പോയി എല്ലാവരും കടന്നു വന്ന് പറഞ്ഞ സാക്ഷ്യം വളരെ വിചിത്രമാണ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അവരവിടെ ചെന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ സ്തോത്രം മുസ്ലിങ്ങളുടെ ഇടയിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷേ ഇവർ പോയി യേശുവിനെ കുറിച്ച് പറയുമ്പോ അവർ പറയുന്ന സാക്ഷ്യമുണ്ട്. അയ്യോ, ഞങ്ങൾ ഈ നാളുകളിൽ യേശുവിനെ ദർശനം കണ്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഓരോരുത്തരും മാറി മാറി ഒരു സ്നോമേനെ പോലെ യേശുവിനെ ഞങ്ങൾ ദർശനത്തിൽ കാണുകയാണ്. ഞങ്ങൾക്ക് ഇത് ആരോട് ചോദിക്കണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമാണ് നിങ്ങളെ അയച്ചത് എന്നെല്ലാം പറഞ്ഞ് വളരെ ആമേൻ സ്തോത്രം ഹാർദവുമായി അവരെ സ്വാഗതം ചെയ്ത് വീടുകളിൽ പാർപ്പിച്ച് യേശുവിനെ കുറിച്ച് അധികമായി അറിയുന്നവരായി അനേകം പ്രിയപ്പെട്ടവർ ആമേൻ ചില ഷോർട്ട് ടൈം മിഷണറിമാരായിട്ട് 2 ആഴ്ചയ്ക്കൊക്കെയാണ് അയക്കുന്നത്. ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അവിടെ പല ആമേൻ ഹൗസ് ചർച്ചസ്, വീടുകളിൽ തന്നെ ചർച്ചസ് തുടങ്ങത്തക്ക നിലയിൽ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി നാളുകളിൽ ദൈവം അയച്ചുകൊണ്ടിരിക്കുകയാ. പ്രിയ ദൈവമക്കളെ, ആമേൻ സ്തോത്രം. അനേക അത്ഭുതങ്ങൾ. ഹല്ലേലൂയ. കർത്താവ് നേരിട്ട് അവിടെ കർത്താവ് പ്രത്യക്ഷനായിക്കൊണ്ട് ഒരു ചെറിയ സപ്പോർട്ട് മാത്രം നമ്മൾ കൊടുത്താൽ മതി, ഒരു ചെറിയ വിവരണം മാത്രം വേദപുസ്തകത്തെ കുറിച്ച് കൊടുത്താൽ മതി. ബാക്കി ദൈവം നേരിട്ട് അവിടെ അത്ഭുതത്തെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അനേകം രോഗികൾ ആമേൻ സ്തോത്രം പക്ഷവാതം പിടിച്ച് കിടക്കയിലായിരുന്നവർ, കേവലം സാധാ വിശ്വാസികൾ, ഈ വെറും 8 ആഴ്ചത്തെ ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്തിട്ട് കടന്നു പോകുന്ന ആ പ്രിയപ്പെട്ടവരിലൂടെ വലിയ അത്ഭുത പ്രവർത്തികളെ ദൈവം അവിടെ ചെയ്തുകൊണ്ട് കുടുംബമായി അനേകം മുസ്ലിങ്ങളെ ആ ദേശങ്ങളിലെല്ലാം കർത്താവ് ഈ നാളുകൾ വേർതിരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അന്ത്യകാലം അടുത്തിരിക്കുമ്പോൾ സഭ പെർസിക്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. ഈ പീഡയിലൂടെ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളിലും ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം അയച്ചുകൊണ്ട് അനേകം ആത്മാക്കൾ യേശുവിലേക്ക് കടന്നു വരുവാൻ സ്വർഗം ഈ നാളുകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി അയച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇത് തീയിൽ കുരുത്ത ഒരു പ്രസ്ഥാനമാണ്. സ്തോത്രം. ചെറിയ വെയിലൊന്നും തട്ടിയാലത് വാടിപ്പോകത്തില്ല. ഹല്ലേലൂയ. പിന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്തോത്രം, നമ്മെ തന്നെ ഈ നാളുകളിൽ ദൈവകരത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് സ്തോത്രം വിശ്വസിക്കുവാൻ മാത്രമല്ല സ്തോത്രം കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ കൂടെ നമുക്ക് വരം നൽകപ്പെട്ടിരിക്കുകയാണ്. കർത്താവാണ് നമുക്ക് വരം നൽകിയത്. അതുകൊണ്ട് പ്രയാസങ്ങൾ കുലുങ്ങിപ്പോകാൻ അവൻ സമ്മതിക്കത്തില്ല. പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ പതറിപ്പോകാൻ അവൻ അനുവദിക്കുന്ന ദൈവമല്ല. ആ ദൈവകരത്തിൽ ഇന്ന് രാത്രികാലം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പറയാൻ, കർത്താവേ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ അത് നിലനിൽപ്പാനുള്ള ദൈവകൃപ പകർന്ന് സഹായിക്കുമാറാകണമേ. നമ്മുടെ കർത്താവിനെ ഉപദ്രവിച്ച ഈ ലോകം അവന്റെ അനുയായികളായ നമ്മെ ഉപദ്രവിക്കുവാനിടയായി തീരും. എന്നാൽ ആ ഉപദ്രവങ്ങൾ കൊണ്ടൊന്നും നമ്മുടെ വിശ്വാസത്തെ കെടുത്തിക്കളയുവാൻ തക്കവണ്ണം കഴിയത്തില്ല. അഗ്നിചോല പോലെ പടർന്നുയർന്ന സ്വത്രം വിശ്വാസത്തിന് ഒരു മാർഗമായി തീർന്നുകൊണ്ട് അനേകം ആത്മാക്കളെ ഈ നാളുകൾ യേശുവിലേക്ക് കടന്നു വരുന്നത് കാണുവാൻ നമ്മുടെ ജീവിതത്തിലിടയായി തീരും. ഹല്ലേലൂയ. സ്വത്രം. പീഡിപ്പിക്കപ്പെടുന്ന സ്വത്രം സഭകളെ, ദൈവദാസന്മാരൊക്കെ ദൈവം സംരക്ഷിക്കേണ്ടതിനായും പീഡിപ്പിക്കുന്നവരെ ഈ നാളുകൾ ദൈവം പൂർണ്ണമായ രക്ഷയുടെ അനുഭവത്തിലേക്ക്, ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് അവർ കൊണ്ടുവരുന്നതിനായി സ്വത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മുന്നേറുവാൻ ഈ നാളുകളിൽ സ്വർഗം സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മെ തന്നെ ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തോട് പറയാൻ, കർത്താവെ, ഞങ്ങളെ നിലനിർത്തുമാറാകണം. നിലനിൽപ്പാനുള്ള കൃപ നന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഹല്ലേലൂയ. സ്വത്രം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തോത്രം. അങ്ങനെ സാന്നിധ്യത്തിന് മറവിൽ ഞങ്ങളെ മറച്ചതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ സഭകൾ, മിഷണറിമാരൊക്കെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് കർത്താവേ. സ്വത്രം. ഞങ്ങളത് അറിയുന്നു. ഞങ്ങൾ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ സ്തോത്രം. അങ്ങയുടെ നാമത്തിന് വേണ്ടി നിലനിൽക്കുന്നത് കൊണ്ട് അവർ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടതയാണല്ലോ കർത്താവേ. സ്വത്രങ്ങൾ എന്റെ യേശുവിൽ ഭയഭക്തിയോടെ അവർ ജീവിക്കുന്നത് കൊണ്ടാണ് പീഡിപ്പിക്കപ്പെടുന്നത്. ഈ നാളുകളിൽ കർത്താവെ നിലനിൽപ്പാനുള്ള കൃപ അങ്ങയുടെ ദാസന്മാർക്ക് നൽകി സ്വർഗം സഹായിക്കുമാറാകണമേ. അവനവരെ പീഡിപ്പിക്കുന്നവരൊക്കെ ഈ നാളുകളിൽ മാനസാന്തരപ്പെടുവാൻ ഈ അന്ത്യകാലത്ത് വലിയൊരു ഉണർവിനെ സ്വർഗം എല്ലാ രാഷ്ട്രങ്ങളിലും, എല്ലാ കോണ്ടിനെന്റ്സിലും സ്വർഗം അയക്കുമാറാകണം. എല്ലാ ഭൂഖണ്ഡങ്ങളിലും. ഹല്ലേലൂയ. ഈ സുവിശേഷം ലോകത്തിന്റെ അറ്റത്തോളം പ്രസംഗിക്കപ്പെടുമ്പോൾ അങ്ങയുടെ വരവാകുമെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. അതിനായി നാളുകളിൽ കർത്താവെ ഞങ്ങൾ ഓടുവാൻ സ്വത്രം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സമയം സ്വത്രം അധികം പ്രയോജനം
പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുവാനുള്ള ദൈവകൃപ സ്വർഗത്തിലെ ദൈവമേ ഞങ്ങൾക്ക് നൽകി സഹായിക്കണം. ഞങ്ങൾ കർത്താവെ ക്ഷീണിച്ചു പോകാൻ, തളർന്നു പോകാൻ, നിരാശപ്പെട്ടു പോകാൻ അനുവദിക്കരുതേ. അവരുടെ സാന്നിധ്യം കൂടെ ഞങ്ങളെ ബലങ്കരം പിടിച്ചു വഴി നടത്തണം. ദയാളിയായ യേശുവിന്റെ മക്കളാണ് ഞങ്ങൾ അറിയുന്ന കർത്താവെ. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് നീങ്ങുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണം. ആമേൻ സ്വത്രം ലൈൻ ലീഡ് ചെയ്യുന്ന ദേവദാസന്മാരെ സഹായിക്കുക. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ആമേൻ സ്വത്രം സഹോദരിയെ കുടുംബത്തെ അനുഗ്രഹിക്കുക. യേശുവിന്റെ നാമത്തിൽ അവർ കുടുംബമായി ദൈവത്തിന് വേണ്ടി ഇനിയും പ്രയോജനപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവമേ സഹായിക്കുമാറാകണമേ. അടിയാളെ ഇത്രത്തോളം സഹായിച്ചല്ലോ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ പൊതിയണം. പ്രാർത്ഥന ഇട്ടിരിക്കാൻ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശവും സാക്ഷ്യവും ഒക്കെ കേൾപ്പാൻ തക്കണം. കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ തലമുറകളിലും ജീവിച്ച ഭക്തന്മാരും ഭക്തമതികളും ഈ ഒരു കാര്യത്തെ എതിരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അവരൊക്കെ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് അക്രനാട്ടിലേക്ക് പ്രവേശിച്ചു. ഇനി ലോകത്തിനോ പിശാചിനോ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇനിയിപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഊഴമാണ്. നമ്മൾ അതിനെ അതിജീവിപ്പാൻ കൃപ തരേണ്ടതിന് വേണ്ടിയാണല്ലോ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അത് അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ അറിയുവാൻ, കർത്താവിനെ കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ, തിരുവചനത്തെക്കുറിച്ച് പഠിക്കുവാൻ, പിന്നീട് കർത്താവിന്റെ സാക്ഷിയായി തീരുവാനൊക്കെ ഭാഗ്യം ലഭിച്ച കർത്താവിന്റെ ദാസി, കുടുംബമായിട്ട് ദൈവിക വേലയിലായിരിക്കുന്ന ദാസി ഓർത്തു നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ കേൾപ്പിച്ച അനുഗ്രഹീത സാക്ഷ്യത്തിനും വചനത്തെ ഓർത്തുകൊണ്ട് കർത്താവിന്റെ ദാസിയോടുള്ള നന്ദി നാമത്തിലുള്ള ചിത്രത്തിൽ അറിയിക്കും.